ഹായ് വെൽക്കം ബാക്ക്. ബിനോയ് ജെയിംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 20 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റ് us do question number 3. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ ടോപ്പ് വെർട്ടെക്സ് ഈസ് ജോയിൻഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ പോയിന്റ് which divides this line in the ratio 2:1 is joined to the other two vertices. Prove that areas of all the three triangles in the picture is 1/3 of the area of the whole triangle. അതായത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. I named the triangle as ABC. ഈ ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. Here E is the midpoint AB. From this top vertex C, a line is drawn to E, which is midpoint AB. ഇവിടെ O എന്ന പോയിന്റ് ഈ C എന്ന ലൈനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആയിരിക്കും. അതായത് CO is to OE is 2:1 ആയിരിക്കും. അതായത് CO is to OE ratio is 2:1. We have to prove that area of this three triangles. ഇവിടെ രണ്ടാമത്തെ ഡയഗ്രത്തിൽ ഈ ലൈൻ ഇല്ല. നമുക്ക് ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ AOC, ട്രയാങ്കിൾ BOC, ഏരിയ ഓഫ് ദിസ് ത്രീ ട്രയാങ്കിൾസ് ഈസ് 1/3 ഓഫ് ദ ഏരിയ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്: let ABC be the triangle, E is the midpoint AB. Here the point O divides the line CE in the ratio 2:1. In last class we studied a theorem. A line joining from one vertex to the midpoint of the opposite side divides the opposite side and the areas of the triangles in the same ratio. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെയും ഈ ട്രയാങ്കിൾസിന്റെ ഏരിയനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും എന്ന് പഠിച്ചു. ഇവിടെ ഈ എ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈസ് ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തിരുന്നു ഈ പോയിന്റ് ഉപയോഗിച്ച്. I am taking the area of triangle ABC as a square unit. Let area of triangle ABC as A. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ A ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC, ട്രയാങ്കിൾ AECയുടെ ഏരിയയും ട്രയാങ്കിൾ BECയുടെ ഏരിയയും എന്തായിരിക്കും? ഇത് രണ്ടും ഈ ഹോൾ ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? ഒരു ട്രയാങ്കിളിന്റെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് ഈ ട്രയാങ്കിൾ AECയുടെ ഏരിയ ഈ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രയാങ്കിൾ BECയുടെ ഏരിയയും മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ. ഈ ഹോൾ ട്രയാങ്കിൾ ABCയുടെ ഏരിയ A ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഹാഫ് A ആയിരിക്കും. Now let us find area of these three smaller triangles. ആദ്യം ഞാൻ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC ആണ് കണ്ടുപിടിക്കുന്നത്. Here area of triangle AOC. Here the point O divides the line CE in the ratio 2:1. അതായത് ഈ ട്രയാങ്കിൾ AOCയുടെ ഏരിയ എന്തായിരിക്കും? 2 പാർട്ട് ആയിരിക്കും. ഔട്ട് ഓഫ് ടോട്ടൽ 2 + 1 3 പാർട്ട്. So area of triangle AOC is 2. Area of triangle AOCയുടെ ഏരിയ വരുന്നത് 2 പാർട്ട് out of total. Total is 2 + 1 3 part. 2/3 of area of triangle AEC ആണ്.
ട്രയാങ്കിൾ എ ഇ സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എയോ ഡിവൈഡ്സ് സി ഇൻ ദ റേഷ്യോ 2:1. So area of triangle AOC is 2 out of total 2 plus 1 3 part. അതാണ് ഞാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC is 2/3 ഓഫ് ട്രയാങ്കിൾ AEC എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വീണ്ടും 2/3 ഇൻറ്റു വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC? നമുക്ക് കിട്ടി ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC is ഹാഫ് എ ആണ് അല്ലേ? ഹാഫ്. ഇപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AECക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഹാഫ് എ എന്ന് എഴുതാം. അപ്പോൾ 2 ഉം 2 ഉം കട്ടാവും. 1/3a. What do you mean by 1/3a? Here a is the area of the whole triangle. So area of triangle AOC is 1/3 of area of whole triangle. മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/3 പോർഷൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC. ഇതുപോലെ തന്നെ ബാക്കി സ്മോളർ ട്രയാങ്കിളിന്റെയും ഏരിയ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/3 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സിമിലർലി കൺസിഡർ ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC. You have to prove that area of the three smaller triangle is 1/3 of the area of the whole triangle. So രണ്ടാമത്തെ സ്മോളർ ട്രയാങ്കിൾ ആദ്യം നമ്മൾ ട്രയാങ്കിൾ AOCയുടെ ഏരിയ 1/3 ഓഫ് ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. We consider next smaller triangle, that is triangle BOC. See here I have shaded here triangle BOC. ഈ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ. And if we consider this triangle BEC, here the line BO divides the opposite side CE in the ratio 2:1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Area of this triangle BOC is 2 out of total 3. 2 plus 1 3. 2/3 of area of triangle BEC. It is 2/3 of area of triangle BEC. 2/3 into വീണ്ടും നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC is half a ആണ് അല്ലേ? So instead of area of triangle BEC I can write as half a. 2 and 2 cancelling. 1/3 into a. So what is a? A is the area of the whole triangle. 1/3 area of whole triangle. So we got area of this small triangle BOC is also equal to 1/3 of area of the whole triangle. We already proved that area of these two smaller triangle is 1/3 of area of the whole triangle. Now we have to prove that area of this triangle. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രത്തിൽ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ആ ട്രയാങ്കിൾ, ഇവിടെ ട്രയാങ്കിൾ AOB ആണ് അതിന്റെ പേര്. I have to prove that area of triangle AOB is 1/3 of area of the whole triangle. ഈ ട്രയാങ്കിൾ AOB ഈ ലൈൻ വരച്ചതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. So area of triangle AOB is the sum of the areas of these two triangles. Here we know that AO divides the line CE in the ratio 2:1. Here OE is one part. അതുകൊണ്ട് area of triangle AOE is 1 out of total 3. 1/3 of area of triangle AEC ആയിരിക്കും. So area of triangle AOE is 1 out of total 2 plus 1 3 of area of triangle AEC. Similarly, area of triangle BOE. BOE യുടെ area. Here the line BO divides CE in the ratio 2:1 and OE is just one part. So area of triangle BOE is 1 out of total 2 plus 1 3. 1/3 of area of triangle BEC. 1/3 of area of triangle BEC. Here 1/3 is common. I take it out of the bracket. I get
remaining area of triangle AEC plus area 1 by 3 taken outside. So remaining is area of triangle BEC 1 by 3 into ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ സിയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ ടോട്ടൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആയിരിക്കും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ സി ഈസ് ഏരിയ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും തേർഡ് ഓഫ് ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ. So we have proved that areas of these three smaller triangles, area of triangle AOC, area of triangle BOC and area of triangle AOB is equal to 1/3 of area of the whole triangle ABC. Next we are going to do question number 4. Question is prove that the length of the perpendiculars from any point on the bisector of an angle to the sides are equal. അതായത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്. ഈ ബൈസെക്ടറിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് റിട്ടൺ ഹിയർ ലെറ്റ് എ ബി സി ബി ദ ട്രയാങ്കിൾ CD is bisector of the angle C. P is a point on this bisector. PQ and PR are perpendiculars drawn to the sides. PQ ഉം PR ഉം ഈക്വൽ ആണെന്ന് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ഇവിടെ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് CD. As I told, bisector divides this angle into two equal angles. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർസ് ഡ്രോൺ. പിന്നെ നമുക്ക് പറയാം ഈ സൈഡ് സി പി രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇൻ ട്രയാങ്കിൾ സി ക്യു പി ആൻഡ് ട്രയാങ്കിൾ സി ആർ പി, ഈ പി ക്യൂം പി ആറും ഈ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണല്ലേ. ട്രയാങ്കിൾ സി ക്യു പിയുടെയും ട്രയാങ്കിൾ സി ആർ പിയുടെയും സൈഡ്സ് ആണ് പി ക്യൂം പി ആറും. അപ്പൊ പി ക്യൂം പി ആറും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിൾ സി ക്യു പി ആൻഡ് ട്രയാങ്കിൾ സി ആർ പി ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ക്യു സി പി is equal to angle RCP. What is the reason why these two angles are equal? Because CD is bisector angle C എന്ന് പറയുന്നുണ്ടല്ലേ. CD angle C നെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ആംഗിൾ QCP യും ആംഗിൾ RCP യും ഈക്വൽ ആയിരിക്കും. CD bisects angle C. These two angles are 90 degree because they are perpendiculars drawn from the point P to the side AC and BC. We get angle PQC, angle PQC and angle PRC as equal. Both 90 degree. Means both are perpendiculars. That is why both are 90 degree. Since both are 90 degree, both are equal. And again, if we consider these two triangles, the side CP is common side for both triangles. ഇവിടെ CP ഈ രണ്ട് ട്രയാങ്കിൾസിനും പൊതുവായ വശമാണ് അല്ലേ. സോ CP is equal to CP because CP is common side. So we got two angles and one side of these triangles are equal. So we can say that these two triangles are equal triangles. Triangle CQP and triangle CRP are equal. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും since the triangles are equal, sides opposed to equal angles are equal. Since
angle QCP is equal to angle RCP. Sides opposed to this angles are also equal. What is the side opposed to angle QCP? QCP ക്ക് opposite വരുന്ന side PQ. RCP ക്ക് opposite വരുന്ന side PR. So we get PQ and PR are equal. This length of the perpendiculars are equal. Before doing question number 5, you should know a theorem given in page number 19. Page number 19 കൊടുത്തിരിക്കുന്ന theorem ഇതാണ്. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. അതായത് ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ബൈസെക്ടർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ആ ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. AD divides the opposite side in the ratio BD is to DC. ഇനി ആംഗിൾ എയുടെ സൈഡ്സിന്റെ റേഷ്യോ AB is to AC. So we can say BD is to DC is equal to AB is to AC. Hope that you understood the problems. Let us see the remaining problems in the next class. Okay, bye.